ഇസ്ലാമത വിശ്വാസത്തിൻ്റെ മേൽവിലാസത്തിൽ തന്നെ ലോകത്ത് അറിയപ്പെടുന്ന ധാരാളം മലയാളികൾ ഇന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഓർമ്മ വരിക വലിയ വ്യവസായ പ്രമുഖനും ഫിലാന്ത്രോപ്പിസ്റ്റും ഒക്കെയായ MA യൂസുഫലിക്കയായിരിക്കും. അതുപോലെ തന്നെ ഗൾഫാർ മുഹമ്മദ് അലി അടക്കമുള്ള പലരും പല മേഖലകളിലായി പ്രവാസി മലയാളികൾക്കിടയിലും ലോകത്ത് തന്നെയും ശ്രദ്ധേയരാണ്. അതിലേറിയ പങ്കും വ്യവസായികളാണ്. തങ്ങളുടെ വ്യാവസായിക മേഖലകളിലൊക്കെ ധാരാളം മനുഷ്യർക്ക് ജോലിയും മറ്റ് ജീവസന്ധാരണത്തിനുള്ള ഉപാധികളുമൊക്കെ നൽകുന്നത് കൂടാതെ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നവരാണ്. എന്നാൽ കേവലം കച്ചവടത്തിലൂടെ അല്ലാതെ അക്ഷരങ്ങളുടെ പ്രകാശം സൃഷ്ടിച്ചുകൊണ്ട് ലോകത്താകമാനം ഇതിൻ്റെ ചൈതന്യവത്തായ പ്രതിഫലനങ്ങളുണ്ടാക്കി തീർത്ത ഒരു മലയാളിയുണ്ട്. അധികം ആളുകളാരും കേട്ടിട്ടുണ്ടാവില്ല. തിരശ്ശീലയ്ക്ക് മുന്നിലേക്ക് വന്ന് എന്തെങ്കിലും തരത്തിലുള്ള തിളങ്ങുന്ന നേട്ടങ്ങൾ ആഘോഷിക്കാനോ അവാർഡുകൾ സ്വീകരിക്കാനോ അംഗീകാരങ്ങൾ വാങ്ങാനോ വരുന്ന ഒരാളുമല്ല. അക്ഷരങ്ങളെ അർത്ഥശൂന്യമായ വ്യാപാരത്തിലൂടെ വിപണികൾ പിടിച്ചടക്കുന്ന ലാഭക്കച്ചവടത്തിൻ്റെ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്ന ആളുമല്ല. എന്നാൽ ചില സന്ദേശങ്ങൾ, ചില ബോധ്യങ്ങൾ, ചില വ്യക്തതകൾ ലോകത്തിന് നൽകാൻ തൻ്റെ ജീവിതം മാറ്റിവെച്ച ഇന്ന് 90കളിലെത്തി നിൽക്കുന്ന അധികമാരും അറിയാത്ത കണ്ണൂർ സ്വദേശിയും മലേഷ്യൻ പൗരനുമായി തീർന്ന ഹാജി PK കോയ. ആ മനുഷ്യൻ്റെ ജീവിതം ഒരു ചരിത്രമാണ്. നിശബ്ദമായ വിപ്ലവത്തിലൂടെ ഒരു വിശ്വാസത്തിൻ്റെ സന്ദേശം പക്ഷാഭേദമില്ലാതെ, കക്ഷിഭേദമില്ലാതെ, സംഘടനാ വിഭാഗീയതയില്ലാതെ മൂല്യവത്തായ ചൈതന്യത്തിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാനായ മനുഷ്യൻ. അദ്ദേഹം ജനുവരി 16-ന് കോഴിക്കോട് എത്തുന്നുണ്ട്. അദ്ദേഹം എത്തുമെങ്കിൽ അദ്ദേഹത്തെ കാണാനായി പോകാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇനി എത്തിയില്ലെങ്കിൽ അദ്ദേഹം ഉള്ളെടുത്ത് പോയി കാണണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം. നിഷ്പക്ഷ നിലപാടിൽ അദ്ദേഹത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണൂരിലെ മാട്ടൂൽ സ്വദേശിയാണ് PK കോയ എന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വലിയ മനുഷ്യൻ. അദ്ദേഹം 1953-ൽ ജലഗോപാൽ എന്ന് പറയുന്ന കപ്പലിൽ മദ്രാസിൽ നിന്നും മലേഷ്യയിലേക്ക് വണ്ടി കയറിയതാണ്. അദ്ദേഹത്തിനിപ്പോൾ വയസ്സ് 90 കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഒക്കെ സാമൂഹ്യ വിദ്യാഭ്യാസ പശ്ചാത്തലങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനും ജീവസന്ധാരണത്തിനും വേണ്ടി കടൽ കടന്നു പോകേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഇന്ന് മാത്രമല്ല അന്നുമുണ്ടായിരുന്നു. അന്നൊക്കെ നിശ്ചയദാർഢ്യത്തോടെയും കരുത്തോടെയും കടൽ കടന്നുപോയ ഒരാളാണ് ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു മഹത്തായ പുസ്തക പ്രസാധകശാലയുടെ കരുത്തായി മാറിയത്, അതിൻ്റെ കാമ്പായി തീർന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാ അലൈഹി, അതോടൊപ്പം തന്നെ ആയത്തുള്ള ഖുമൈനി, ജലാലുദ്ദീൻ റൂമി അടക്കമുള്ള ഇസ്ലാമത വിശ്വാസത്തോടൊപ്പം സാമൂഹിക വിചാരധാരകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹത്തുക്കളായ മനുഷ്യരുടെ ഗ്രന്ഥങ്ങൾ അറബിലും ഉറുദുവിലുമൊക്കെ ഉള്ളത് അതിൻ്റെ ഏറ്റവും മനോഹാരിതയോടെ ജീവൻ നഷ്ടപ്പെടാത്ത വിധം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ലോകത്താകെ എത്തിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. 1991-ലാണ് ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റിൻ്റെ പ്രകാശനം അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഒരു കാലത്ത് മാട്ടൂൽ എന്ന സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി ചെറുകുന്ന് സ്കൂളിലേക്ക് ഓടിപ്പോയിരുന്ന കൗമാരക്കാരനായ PK കോയ മലേഷ്യയിലെത്തിയപ്പോഴും നിശബ്ദനാകാനോ തളരാനോ തയ്യാറായിരുന്നില്ല. പോലീസ് ക്യാൻറ്റീനിൽ രാവിലെ 6 മുതൽ രാത്രി 8 വരെ ജോലി ചെയ്ത ശേഷം പിന്നീട് തൻ്റെ കൗമാരകാലത്ത് ഓടിയിരുന്നത് പോലെ അന്ന് ഓടിപ്പോയിരുന്നത് മറ്റൊരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വേണ്ടിയായിരുന്നു. വരുമാനം മാത്രമല്ല, അക്ഷരങ്ങളും ആശയങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഒരഗ്നിയായി ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു അല്ലെങ്കിൽ ജ്വലിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുക്ക് കീപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി ബുക്ക് കീപ്പിങ്ങും അതോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വഴികാട്ടിയായിരുന്നത് അക്ഷരങ്ങളും ആശയങ്ങളുമായിരുന്നു. പിന്നീട് അദ്ദേഹം പല മേഖലകളിൽ ജോലി ചെയ്തു. ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്രട്ടറീസിൽ നിന്ന് ബിരുദം നേടുന്നതുവരെ ആ ഓട്ടം സ്വന്തം ഉപജീവന മാർഗത്തോടൊപ്പം തുടർന്നിരുന്നു എന്ന് പറയുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ട്രേഡ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്, ഏഷ്യ ഇൻഷുറൻസ്, ലണ്ടൻ പസഫിക് ഇൻഷുറൻസ്,
അവസാനം മലേഷ്യയുടെ റിസർവ് ബാങ്കായ ബാങ്ക് നഗേരയിലടക്കം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും മനസ്സിലുണ്ടായിരുന്നത് പ്രസിദ്ധീകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അതിന് വഴികാട്ടിയായതാകട്ടെ സ്വന്തം ഗ്രാമത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ലൈബ്രറിയിലൂടെ വായിച്ചനുഭവിച്ച ബാല്യകാല വായനയുടെയും ആശയങ്ങളുടെയും ഒക്കെ ജ്വാലയും. പി കെ കോയ എന്ന ഈ മനുഷ്യൻ അവിടെ എത്തി വർഷങ്ങൾ കഴിഞ്ഞാണ് മലേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സിംഗപ്പൂർ മറ്റൊരു രാജ്യമായി മാറി. അപ്പോൾ തന്നെ അദ്ദേഹം മലേഷ്യയിൽ പൗരത്വം സ്വീകരിക്കുകയും അവിടുത്തെ പൗരനായി തീരുകയും ചെയ്തു. ഫാത്തിമ ബീബി എന്ന അടുത്ത ബന്ധുവും നാട്ടുകാരിയുമായ വനിതയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അതിൽ കുട്ടികളും കുടുംബവുമൊക്കെയായി ആ മക്കളുമൊക്കെ ഇന്ന് നല്ല ഉയർന്ന ചിന്തയും നല്ല ഭാഷയും ഭാഷ്യവുമുള്ള മക്കളായി വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. 1950കളിലൊക്കെ ഏതാണ്ട് 20-25% മനുഷ്യർക്ക് മലേഷ്യയിൽ ക്ഷയരോഗം ബാധിച്ചപ്പോൾ കോളാമ്പിയിലൊക്കെ ആയിരുന്നു തുപ്പിയിരുന്നൊരു കാലം മലേഷ്യയ്ക്കുണ്ടായിരുന്നു. അത്രമേൽ പടർന്നു പിടിച്ച സാംക്രമിക രോഗങ്ങളുള്ള നാടാണ് ഇന്ന് ആരോഗ്യരംഗത്ത് അതിവിശിഷ്ടമായ മേഖലയിലും ശുചിത്വ പരിപാലനത്തിൽ ലോകത്തെ തന്നെ ശ്രദ്ധേയമായ രാജ്യവുമായി തുടരുന്നത്. അതിൻ്റെ പശ്ചാത്തലവും സാമൂഹ്യ മാറ്റങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളുമൊക്കെ എല്ലാ ശ്രദ്ധാപൂർവം സാക്ഷിയാകാൻ, നോക്കിക്കാണാൻ, വായിച്ചറിയാൻ, കുറിപ്പുകളാക്കാനൊക്കെ പി കെ കോയ എന്ന മനുഷ്യന് വലിയ ആവേശവും അത്യുത്സാഹവുമായിരുന്നു. അന്നത്തെ കാലത്ത് വായിച്ച പല പണ്ഡിതന്മാരെക്കുറിച്ചും ചിന്തകന്മാരെക്കുറിച്ചുമൊക്കെയുള്ള വിവിധങ്ങളായ കുറിപ്പുകൾ ചേർത്ത് റീഡിംഗ് ഇൻ ഇസ്ലാം എന്ന പേരിൽ ഒരു ത്രൈമാസ പ്രസിദ്ധീകരണവും അക്കാലത്ത് തന്നെ തുടങ്ങി. ബി കുട്ടി ഹസൻ ഹാജി, CN അഹമ്മദ് മൗലവി, U ജമാൽ മുഹമ്മദ് തുടങ്ങിയ ആളുകളൊക്കെയും പി കെ കോയ സാഹിബിൻ്റെ സൗഹൃദ വലയത്തിൽ പെടുന്നവരും കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന സുഹൃത്തുക്കളുമൊക്കെയായിരുന്നു. അതിൽ കുട്ടി ഹസൻ ഹാജിക്ക് മുഹമ്മദ് അലി ക്ലയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു, നല്ല ഭാഷാചാതുരിയും ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെയും പി കെ കോയ എന്ന മനുഷ്യൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തുന്നതിനും ആശയങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിനും ഒക്കെ സഹായകരമായി. 93-ലാണ് ബാങ്ക് നഗേരയിൽ നിന്ന് അദ്ദേഹം പെൻഷനാകുന്നത്. അതിന് 2 വർഷം മുമ്പ് 91-ൽ തന്നെ ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റ് എന്ന ഈ പ്രസിദ്ധീകരണശാലയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. മൗലാന ആസാദിൻ്റെ ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഓഫ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകമാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഏറ്റവും ആഴത്തിൽ ഖുർആനെ സംബന്ധിച്ച് വളരെ വിഗഹവീക്ഷണത്തോടെ അനലൈസ് ചെയ്യുന്ന ആ ബുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലേക്കും ഇംഗ്ലീഷ് ഭാഷയിൽ പ്രിൻ്റ് ചെയ്തതായതുകൊണ്ട് വലിയ സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. ഇന്ന് ഷിയായിസത്തിൽ വിവിധങ്ങളായ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്ന കാലത്ത് ആയത്തുള്ള ഖുമൈനിയെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പുസ്തകം ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റ് പുറത്തിറക്കിയിരുന്നു. ഷിയായിസത്തോട് വിശ്വാസപരമായ യാതൊരു അടുപ്പവുമില്ലെങ്കിലും ആയത്തുള്ള ഖുമൈനി എന്ന് പറയുന്ന മനുഷ്യൻ്റെ സംഭാവനകളും അതെങ്ങനെയാണ് സാമൂഹികവും ചിന്താപരവും ബൗദ്ധികവുമായ മേഖലകളിൽ ഒരു കാലത്ത് സ്വാധീനിച്ചതെന്ന് തീർച്ചയായും മനുഷ്യർ മനസ്സിലാക്കേണ്ടതാണെന്നും വായിക്കപ്പെടേണ്ടതാണെന്നുമാണ് പി കെ കോയ സാഹിബിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അത്തരമൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിൽ യാതൊരു തെറ്റുമില്ലെന്നും വ്യത്യസ്തങ്ങളായ വീക്ഷണകോണുകളിൽ വിശ്വാസപരമായ അകലങ്ങൾ സൂക്ഷിക്കുമ്പോഴും ആശയങ്ങളുടെ അർത്ഥതലങ്ങൾ പങ്കുവെക്കുന്ന കൈമാറ്റങ്ങളുടെ പ്രക്രിയ അനുസ്യൂതം തുടരണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഒരു കാലത്ത് വിജ്ഞാനത്തിൻ്റെ സുന്ദരമായ മുഖങ്ങൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് സാധ്യതകൾ വളരെ പരിമിതമായിരുന്നു. ഓരോ മതത്തിലെയും വിശ്വാസികളും വായിക്കുന്നവരും അവരുടെയൊക്കെ സംഘടനാപരമായോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഗുരുവര്യന്മാരോ എഴുതിയ അത്തരം ചിന്തകൾക്കപ്പുറത്ത് വരികൾക്കപ്പുറത്തേക്ക് വായന എത്തിയിരുന്നില്ല. അവിടെയാണ് ഈ ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രസിദ്ധീകരണശാല വ്യത്യസ്തമായ ഒരു വിജ്ഞാന വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. മുഹമ്മദ് അസദിൻ്റെ റോഡ് ടു മക്ക, ഇബ്നു അറബിയുടെ ഫുത്ഹാദ്, ഇമാം ഗസാലിയുടെ ഇഹിയ ഉലൂമുദ്ദീൻ തുടങ്ങിയവയൊക്കെയും പുതിയ ലോകത്തും അതുപോലെ തന്നെ യൂറോപ്യൻ കാഴ്ചപ്പാടുകളിലേക്കുമൊക്കെ വായിക്കേണ്ടത് അനിവാര്യമായിരുന്നു. നമ്മളെപ്പോലെ ചിലതൊക്കെ വായിച്ചു പോയാൽ അല്ലെങ്കിൽ ചില സംഘടനകളെക്കുറിച്ചൊക്കെ മാത്രമാണ് പഠിക്കേണ്ടതെന്നും അതിനപ്പുറത്തേക്ക് പഠിച്ചു പോയാൽ വഴികേടിലായി പോകുമെന്ന ഭയം യൂറോപ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെയും
ഇത്തരം കൃതികളെക്കുറിച്ച് ധാരാളമായി വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തു. സൂഫിസത്തെക്കുറിച്ച് പോലും ഇന്നത്തെ കാലത്ത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ദീക്ഷയൊക്കെ നീട്ടി വളർത്തി വേണമെങ്കിൽ കുളിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സംഘമായിട്ടാണെങ്കിൽ ഈ സൂഫിസത്തിൻ്റെ ഇംഗ്ലീഷ് വായനക്കാർക്ക് തസൗഫിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലുള്ള ധാരാളം ഗ്രന്ഥങ്ങളും ഈ ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റിൻ്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ തന്നെയും വളരെ മനോഹരമായ പ്രതികരണങ്ങളാണ് ലഭിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം ഓർക്കുന്നു. അതിൻ്റെ സന്തോഷവും ആവേശവും അദ്ദേഹം പങ്കുവെക്കുകയുമുണ്ട്. സൂഫിസത്തിലൂടെ അറിവ് കേവല വായനയിലൂടെ ലഭിക്കുന്നതിനപ്പുറത്ത് അനുഭവിച്ചറിയുക എന്ന് പറയുന്ന ഒരു മനോഹരമായ തലമാണ് വരച്ചു കാട്ടുന്നത്. അവിടെയാണ് ജലാലുദ്ദീൻ റൂമി അടക്കമുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങൾ അതിൻ്റെ മനോഹാരിത ഒട്ടും നഷ്ടപ്പെടുത്താതെ ഈ PK കോയ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റ് ഇംഗ്ലീഷ് ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ചു നൽകിയത്. 300-ലേറെ പുസ്തകങ്ങളാണ് ഈ ഗ്രന്ഥശാലയിലൂടെ പുറത്തു വന്നത്. ഈ പുസ്തകങ്ങൾ കേവലം കച്ചവട താല്പര്യത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും തരത്തിലുള്ള വൈകാരിക വായനയ്ക്ക് വേണ്ടി പുറത്തിറക്കുന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നു. മറിച്ച് വായിക്കുന്ന ആശയങ്ങളും അതിൻ്റെ ചിന്തകളുമൊക്കെ ലോകം അറിയേണ്ടതാണെന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകങ്ങളൊക്കെയും അവർ പുറത്തിറക്കുന്നത്. IBT ബുക്സ് എന്ന് പറയുന്ന അതിൻ്റെ വെബ്സൈറ്റിൽ ഇത് കാണാൻ കഴിയാവുന്നതാണ്. വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പുസ്തകത്തിൽ ഒന്നായിരുന്നു ഇസ്ലാം ഇൻ ചൈന എന്ന് പറയുന്നത്. ചൈനയിൽ ഇന്ന് ഇസ്ലാം മത വിശ്വാസം എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്തപ്പെടുമ്പോൾ അതിൻ്റെ ഒരു പൂർവ്വകാലത്ത് എങ്ങനെയായിരുന്നു ചൈനയും ഇസ്ലാമും തമ്മിലുണ്ടായിരുന്ന ബന്ധമെന്നും വ്യാപാര മേഖലയിലും ബൗദ്ധിക മേഖലയിലും അടക്കമുള്ള മേഖലയിൽ ഇസ്ലാമിക ചിന്തകൾ എങ്ങനെയാണ് ചൈനയെ രൂപപ്പെടുത്തുന്നതിന് പങ്കുവഹിച്ചതെന്നും ഇദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ഗവേഷണാത്മകമായ പുസ്തകം പറയുന്നുണ്ട്. മനുഷ്യർക്കിടയിലെ മതിലുകൾ പൊളിച്ച് അത് ഏറ്റവും മനോഹരമായ ആശയങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചു പോരുന്നത്. നമ്മുടെ നാട്ടിലേക്കും ചൈനീസ് വ്യാപാരികളെത്തിയ ഒരു ഭൂതകാലത്തിൻ്റെ കഥയും അദ്ദേഹം പറയുന്നുണ്ട്. 100-ലേറെ കപ്പലുകളും 25,000-ഓളം മനുഷ്യരുമായി കോഴിക്കോട് ചൈനക്കാർ എത്തിച്ചേർന്നതും വ്യാപാരത്തിൽ പങ്കാളിയായതും ലോകപ്രശസ്ത ചൈനീസ് മുസ്ലിം വ്യാപാരി ഷെൻഗെ എന്ന് പറയുന്ന അദ്ദേഹം 1-ലേറെ തവണ ഇവിടെ വന്നിട്ടുള്ളതുമൊക്കെ ആ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് ഷെൻഗെയെപ്പോലെയുള്ള ചൈനീസ് ഇസ്ലാം മത വിശ്വാസികൾ നൽകിയ സംഭാവനകൾ അതിൻ്റെ അമൂല്യതയും വരച്ചു കാട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് വാസ്കോഡഗാമയെയും കൊളംബസിനെയും കുറിച്ചൊക്കെ മാത്രം കേൾക്കുന്നതിൻ്റെ ഉത്തരവാദി അവർ മാത്രമല്ല. ഒരു കാലത്ത് അക്ഷരവിരോധവും ചരിത്ര വിരോധവുമൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ട് കേവലം മതത്തിൻ്റെ പ്രാധാന്യമുള്ള മനുഷ്യരിലേക്ക് മാത്രം ചിന്തകളെ ഒതുക്കിയതുകൊണ്ടുകൂടി സംഭവിച്ചതാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യലോകത്തെ ചിന്തിപ്പിക്കുന്നതിന് ഈ ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റിൻ്റെ ഒരു സേവനം വളരെ വിലപ്പെട്ടതാണെന്ന് മാത്രമല്ല, ഒട്ടും ലാഭേച്ഛയില്ലാതെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന നിലയിലാണ് ഈ ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റിനെ ഈ കോയ എന്ന വലിയ മനുഷ്യൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജനുവരി 16-ന് അദ്ദേഹം കോഴിക്കോട് എത്തുന്നത് റിലീജിയസ് പ്ലൂറലിസം ഇൻ ഖുർആൻ എന്ന് പറയുന്ന തീമിൽ അബ്ദുള്ള യൂസുഫ് അലി മെമ്മോറിയൽ പ്രഭാഷണ പരമ്പരയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടാണ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഖുർആനിലെ റിലീജിയസ് പ്ലൂറലിസത്തെക്കുറിച്ചാണ്. ഇന്ന് വിശുദ്ധ ഖുർആൻ അതങ്ങനെ കാഫിറാക്കുന്നു, ഇങ്ങനെയാക്കുന്നു, എല്ലാ മതങ്ങളെയും തിരസ്കരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ 1934-ൽ അബ്ദുള്ള യൂസുഫ് അലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് സിവിൽ സർവൻ്റ് ആയിരുന്ന ഒരു ഇന്ത്യക്കാരൻ എഴുതിയ ഏറ്റവും മനോഹരമായ ഗ്രന്ഥങ്ങളിലൊന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഖുർആൻ വ്യാഖ്യാനം അഥവാ ഈ ഗ്രന്ഥമെന്ന് പറയുന്നത്. ലോകത്തിന് മുന്നിൽ അന്ന് ഇത്രമേൽ സ്വീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ടായിരുന്നില്ല എന്ന് പിന്നീട് തിരിച്ചറിയുന്നത് 1994-ൽ ഈ ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റ് എന്ന PK കോയ സാഹിബിൻ്റെ ആ പ്രസിദ്ധീകരണശാല ഈ പുസ്തകം ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോഴാണ്. വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ സ്വന്തം കുടുംബവും മക്കളും സമുദായം പോലും തിരസ്കരിക്കപ്പെട്ട ആ മനുഷ്യൻ ഒടുവിൽ മാനസികാശ്വാസത്തിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ അഭയം പ്രാപിക്കുകയും അതിനെക്കുറിച്ച് വളരെ ഗവേഷണാത്മകമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷം
തയ്യാറാക്കിയ ഗ്രന്ഥമാണ് 1934 അദ്ദേഹം എഴുതിയ ഈ ഗ്രന്ഥം. എന്നാൽ ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തും ഇത്തരം ഗ്രന്ഥങ്ങൾക്കപ്പുറത്ത് സംഘടനകൾ തിരിച്ച് ഓരോ മനുഷ്യരും തയ്യാറാക്കുന്ന ഗ്രന്ഥങ്ങളാണ് വായിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പൊതുബോധം ഓരോ മതവിശ്വാസികളിലും ഉണ്ടാക്കുകയും പിന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്നതുപോലെ ഖുർആൻ വേറെ ആരെങ്കിലും കൈകൊണ്ട് ഓതാൻ പോലും തൊട്ടുപോയാൽ അത് ഭയങ്കര മോശമായ സംഗതിയായി വ്യാഖ്യാനിക്കുന്ന കുടുസ് ചിന്താഗതിക്കാരായ കുറച്ചു പേരെങ്കിലും ഒരുപാട് ശബ്ദത്തോടെ നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇത്തരം ഗ്രന്ഥങ്ങൾ ലോകം വായിക്കപ്പെടാനുള്ള അവസരമുണ്ടാക്കി എന്ന് പറയുന്നത് വലിയ ഒരു സംഗതിയാണ്. അത്തരമൊരു കോൺഫറൻസിൽ ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനിയാണ് ഇതിനെ സംബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. ഒരിക്കൽ ഒരു സ്വകാര്യ ചർച്ചയിൽ അബ്ദുള്ള യൂസുഫ് അലിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. തിരസ്കരിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ടു പോകുമ്പോഴും ആശ്രയത്തിനും ആശ്വാസത്തിനുമായി വിശുദ്ധ ഖുർആനിൽ അഭയം പ്രാപിച്ച് ലോകത്തിന് തന്നെ വെളിച്ചമായ രീതിയിൽ അതിൻ്റെ വ്യാഖ്യാനം എഴുതിയ മഹാനായ മനുഷ്യൻ. അത്തരം മനുഷ്യരെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നത് തൻ്റെ ഒരു ജീവിത ദൗത്യമായി 90ലും യൗവനത്തോടെ PK കോയ സാഹിബ് തൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ഒപ്പം ഒരുപാട് കാലം ഇനിയും വർഷങ്ങളോളം ഈ സേവന ദൗത്യത്തിൽ തുടരാനുമാകട്ടെ. അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറയ്ക്ക് ഈ പിതാവിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും. അതോടൊപ്പം ആ പരിപാടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു.